പ്രിയപ്പെട്ടവരെ, ദ ട്രൂത്ത് ടാഗ് ചാനലിലെ ജാഗ്രത സംപ്രേഷണ പരിപാടിയിൽ ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന സംപ്രേഷണ പരമ്പരയിലെ 36-ാം എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന വിഷയങ്ങൾ പെട്ടെന്ന് നമുക്ക് ത്രില്ലിംഗ് ആയിരിക്കില്ല. ചില സംഭവങ്ങൾ അല്ലെങ്കിൽ വളരെ സെൻസേഷണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് ചാനലുകൾ ഒക്കെ ഉണ്ട്. അന്നന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ, അസ്വാജനകമായ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ചാനലുകളുണ്ട്. അപ്പോൾ ഈ ചാനലിൽ നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്നത് ഒരു സാമൂഹ്യ മാറ്റം ഉണ്ടാകണം. സാമൂഹ്യ മാറ്റം ഉണ്ടാകണമെങ്കിൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകണം. രാഷ്ട്രീയ മാറ്റം ഉണ്ടാകണമെങ്കിൽ അതിൽ സാമ്പത്തികമായ ചില പുനർഘടനകൾ ഉണ്ടാകണം. കാരണം സമ്പത്ത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഭൂമി ജനിക്കുന്ന ഓരോ വ്യക്തിക്കും ഒരു സോഴ്സ് ഉണ്ട്, ഒരു ഉറവിടം. അവർക്ക് ജീവിക്കാൻ ഒരു ഇടം ഉണ്ടാകണം. അതുപോലെ അവരുടെ ജീവിതത്തിൽ ആ ഇടത്തിൽ ജീവിക്കുക, അവരുടെ അവകാശങ്ങൾ അനുഭവിക്കുക, അവരുടെ സംഭാവനകൾ സമൂഹത്തിന് കൊടുക്കുക. അപ്പം അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു പരിധിയുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, നമ്മുടെ അവകാശം എന്ന് പറയുന്നത് പരിധിയില്ലാത്തതല്ല. അപ്പം ആ ഒരു സങ്കല്പത്തിൽ നിന്നാണ് നമ്മൾ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് ജനിക്കുന്ന എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവർക്ക് അവരുടെ ജീവിത മാർഗത്തിനുള്ള ഒരു ഉറവിടമുണ്ട്. ആ ഉറവിടം എന്ന് പറയുന്നത് ചിലപ്പം അതിനകത്ത് ആത്മീയമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടുള്ള ഉറവിടങ്ങളുണ്ട്. മതം, വിശ്വാസമൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതുപോലെ ഒരു വ്യക്തിക്ക് താൻ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്ന് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും കിട്ടേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഉറവിടമാണ്. ആ ഉറവിടത്തിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങൾ, സമ്പത്ത് ഒക്കെയാണ് ഒരു വ്യക്തിയെ ആ സമൂഹത്തിൻ്റെ ഒരു വ്യത്യസ്തനായ ഒരാളാക്കി അയാളുടെ അവകാശങ്ങളും കടമകളും ഒക്കെ നിർവചിക്കപ്പെടുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വന്നത് എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമായ പെൻഷൻ ഉണ്ടാകണം. അപ്പോൾ ഈ സമ്പത്ത് കൃത്യമായ രീതിയിൽ പ്രവഹിക്കുകയാണെങ്കിൽ എല്ലാവർക്കും പിന്നെ ജീവിക്കാൻ ആവശ്യമുണ്ട്. അത് നമ്മൾ അതിനെ കുറച്ച് വേറൊരു തലത്തിൽ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണം, സർക്കുലേഷൻ. ഇപ്പം നമ്മളിപ്പോൾ പറയുക, ഒരാൾ പറയുക അല്ലെങ്കിൽ തലച്ചോറിലേക്കാണ് തലച്ചോറാണ് കൂടുതൽ പിന്നെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തലച്ചോറിലേക്ക് കൂടുതൽ രക്തം വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കുക, അത് ബാലിശമാണ്. തലച്ചോറിന് ആവശ്യമായ രക്തം മതി. തലച്ചോറിന് ആവശ്യമായ പോഷകങ്ങളും ധാതുക്കളും ലവണങ്ങളും ഒക്കെ രക്തം കൊണ്ടുപോയി കൊടുക്കും. പക്ഷെ കൂടുതൽ രക്തം വേണമെന്ന് തലച്ചോറിന് ആവശ്യപ്പെടാനൊക്കെയില്ല. അല്ലെങ്കിൽ ഹൃദയം പറയുകയാണ്, ഞാനാണ് ഈ ശരീരത്തിലേക്ക് ആവശ്യമുള്ള രക്തം മുഴുവൻ പമ്പ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഓഹരി വേണം, കൂടുതൽ രക്തം വേണം. പക്ഷേ ഹൃദയത്തിന് അങ്ങനെ കൂടുതൽ രക്തം പിടിക്കാനൊക്കെയില്ല. ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും അവയവങ്ങളും ഓരോ ധർമ്മങ്ങളും നിർവഹിക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാം രക്തം എത്തണം. രക്തം എത്തുമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം, പോഷകങ്ങൾ, ധാതുക്കൾ, പ്രോട്ടീനുകൾ ഒക്കെ നമ്മുടെ ശരീരത്തിൽ എത്തി അവർക്ക് ശരീരത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഒരു സന്തുലിതമായ വളർച്ച ഉണ്ടാവണമെങ്കിൽ ഇതെല്ലാം കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് എത്തണം. അപ്പം അതൊരു വലിയ ഫാക്ടറി പോലെ നമ്മുടെ ശരീരം പ്രവർത്തിക്കുകയാണ്. അപ്പം നമ്മൾ വിചാരിക്കുക, നമ്മുടെ കാലിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, നിലത്ത് നടക്കാനായിട്ട് നമ്മളെ നിർത്താനായിട്ട് സഹായിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാലിന് വലിയ രക്തമൊന്നും കൊടുക്കണ്ട, കാലിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായി തീരും അവസ്ഥ? കാല് ദുർബലമാകും. ഈ പറയുന്ന വ്യക്തി ശരീരം വളരെ വണ്ണിച്ച് വലിയ കണ്ടു കഴിഞ്ഞാൽ ചീർത്ത് കടിച്ചിട്ട് കാല് ശോഷിച്ചു പോകും. അങ്ങനെ വ്യക്തിക്ക് ജീവിക്കാനാവില്ല. ഒരിടത്തിരിക്കാം, ശോഷിച്ച കാലുമായിട്ട് ഒരിടത്തിരിക്കാം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ വാദഗതി അവിടെ പരാജയപ്പെടുകയാണ്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും, ഇതായിട്ടുള്ള നഖം മുതൽ ഉള്ളകാല് മുതൽ ഉച്ചയെന്ന് വരും, എല്ലാ ഭാഗത്തും രക്തം എത്തണം, പോഷകങ്ങൾ എത്തണം. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു വലിയ ഒരു എക്സ്പാൻഡഡ് രൂപമാണ് രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ, രാഷ്ട്രത്തിലെ ജനങ്ങൾ. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഓരോ വ്യക്തികളും നമ്മുടെ ശരീരത്തിൽ നിരവധി കോശങ്ങളുണ്ട്. ഓരോ അവയവങ്ങൾക്കും നിറയെ കോശങ്ങളുണ്ട്. ആ കോശങ്ങൾക്കൊക്കെ ഓരോ ധർമ്മങ്ങളുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ജീവനോടെ ഇരിക്കുന്നത്, നമ്മൾ ചലിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഒരു രാഷ്ട്ര ശരീരത്തിലെ വ്യക്തികളെന്ന് പറയുന്നത് കോശങ്ങളാണ്. വിവിധ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന കോശങ്ങളാണെന്ന് നമ്മൾ സങ്കല്പിച്ചാൽ, ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തി ക്ഷീണിതനായാൽ രാഷ്ട്രം ക്ഷീണിതമാകും. നമ്മുടെ ശരീരം പോലെ തന്നെ കാലിനൊരു വേദന വന്നു, അല്ലെങ്കിൽ മുറിവ് വന്നു, അല്ലെങ്കിൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ കിടപ്പിലായി പോകും എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു രാഷ്ട്ര ശരീരത്തിലെ കോശങ്ങളാണ് മനുഷ്യർ എന്ന് സങ്കല്പിച്ചാൽ ഈ പ്രശ്നം തീരുന്നേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് കിട്ടിയാൽ മാത്രമേ രാഷ്ട്രമായാലും മനുഷ്യ സമൂഹമായാലും നിലനിൽക്കുകയുള്ളൂ. ആ ഒരു ചിന്തയാണ് നമ്മൾ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന ആ ഒരു ആശയത്തിന് നമുക്ക് സാമാന്യമായിട്ട് എടുക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു സംഗതി ഇത് നമ്മളെ കുറച്ചുകൂടെ വ്യാപകമായിട്ട് ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് ഈ ശരീരത്തിൻ്റെ ശാസ്ത്രം പോലെ തന്നെ ഒരു രാഷ്ട്ര ശരീരമുണ്ടെന്നും അവിടെ ഒരു രക്തചംക്രമണം എന്ന് പറഞ്ഞാൽ സമ്പത്ത് ചംക്രമണം ചുറ്റിയ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ ജനങ്ങൾക്കും ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് എത്തിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ പറയുന്ന ഭരണഘടനയും നമ്മൾ പറയുന്ന എന്താ പറയുക, നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, നമ്മുടെ പ്രിയാമ്പിള്, ഇതിലൊക്കെ അർത്ഥം ഉണ്ടാണെങ്കിൽ ഈ രീതിയിൽ നമ്മൾ സമ്പത്തിനെ പങ്കുവെക്കാനും എല്ലാവർക്കും ലഭ്യമാക്കുന്ന രീതിയിലേക്ക് നമ്മളൊരു സംവിധാനം ഉണ്ടാകണം. ആ സംവിധാനത്തിലേക്കുള്ള
ഒരു സംഘടനയാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ. എന്നെ കേൾക്കുന്നവരതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം. കാരണം ഓരോരുത്തർക്കും അത് ബാധകമാണ്. 60 വയസ്സായി കഴിഞ്ഞ് എന്നെ കേൾക്കുന്ന ഏത് വ്യക്തി, ഏത് പ്രായത്തിലുള്ള വ്യക്തിയാണെങ്കിലും 60 വയസ്സാകും. 60 വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് ഒരു വരുമാനം ഉണ്ടാവണം. ആ വരുമാനം ഉറപ്പാകണം. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകണം. അതിലേക്കാണ് നമ്മുടെ ചിന്ത പോകേണ്ടതെന്ന് പറയുകയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് സമൂഹത്തിൽ മാറ്റം ഉണ്ടാകണം, എല്ലാവർക്കും നീതി ലഭിക്കണം, സാമ്പത്തിക വളർച്ച ഉണ്ടാകണം. അപ്പോൾ ഇതൊക്കെ നടക്കണമെങ്കിൽ ഇതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ താഴെ തരത്തിൽ നിന്ന് ആരംഭിക്കുക. ആശയങ്ങൾ, അഭിപ്രായങ്ങൾ അത് നമ്മുടെ രാഷ്ട്രീയക്കാരെ ഏറ്റെടുക്കാൻ നിർബന്ധിതനാകുന്ന രീതിയിലേക്ക് നമ്മൾ ഈ ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഇത് ഉറപ്പാവുകയുള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കി, ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഓരോ കുട്ടിയും ജനിക്കുമ്പോൾ മാതാപിതാക്കളുടെ ആശങ്ക, ആ കൊച്ചിനെ എങ്ങനെ വളർത്തും, എന്ത് പഠിപ്പിക്കും, എന്ത് പഠിച്ചാൽ വരുമാനമുള്ള ജോലി കിട്ടും. ഇങ്ങനെ ജീവിതം എന്ന് പറയുന്നത് ഒരു ആശങ്കകളും ഉത്കണ്ഠകളും നിറഞ്ഞ ഒരു വലിയ എന്താ പറയുന്നത് സമരം. ഇങ്ങനെ സമരമാകേണ്ടതല്ലല്ലോ നമ്മുടെ ജീവിതം. നമുക്കൊരു ഒരു വ്യക്തത ഉണ്ടാണ്. നമ്മുടെ ഒരു കുഞ്ഞ് വളർന്നാൽ അവന് ഒരു ഇടമുണ്ട്, അവൻ്റെ മനസ്സിൻ്റെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ചൊരു വിദ്യാഭ്യാസം ലഭിക്കും. അങ്ങനെ ലഭിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് അവന് സമൂഹത്തിലേക്ക് തൊഴിൽ ചെയ്യാൻ സാധിക്കും, അവൻ്റേതായ ഒരു സംഭാവന കൊടുക്കാൻ സാധിക്കും, അവനൊരു കുടുംബം ഉണ്ടാകും. അപ്പോൾ അവൻ വളർന്ന് 60 വയസ്സാകുമ്പോൾ അതൊരു സർക്കാർ ജോലിയല്ല എങ്കിൽ പോലും ഉറപ്പായിട്ട് ഒരു വരുമാനവും സംരക്ഷണവും കിട്ടുന്ന ഒരു സംവിധാനം, ഒരു സാമ്പത്തിക സംവിധാനം അതുണ്ടായി തീരും. ഇല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ ഭരണഘടന കൊണ്ടോ നമ്മുടെ ഈ വലിയ പ്രിൻസിപ്പിൾ കൊണ്ടോ ഒന്നും ഒരു അർത്ഥം ഉണ്ടാവില്ല. അപ്പോൾ ആ നമ്മുടെ സാമ്പത്തിക സുരക്ഷിതത്വം മേലത്തരങ്ങളിൽ മാത്രമായിട്ട് നിൽക്കുന്ന സാമൂഹ്യമായ സംരക്ഷണ സംവിധാനങ്ങൾ അത് എല്ലാ തരത്തിലേക്കും വളരണം. സമൂഹത്തിൽ സംഘർഷം കുറയും, ജീവിതം കുറച്ചും കൂടെ മെച്ചപ്പെട്ടതാകുക. ഇന്നും ജീവിതം കലഹത്തിലൂടെയും സംഘർഷത്തിലൂടെയും പോവുക എന്നുള്ളതല്ലല്ലോ ജീവിതം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിന് ഒരു പ്രെഡിക്റ്റബിളായിട്ട് നമുക്കൊരു കഴിയണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു അവസ്ഥയിൽ എത്തുമ്പോൾ നമുക്കവിടെ ആ ഒരു നമ്മുടെ ജീവിക്കാനുള്ള സാഹചര്യം ലഭ്യമാകും എന്ന് ഉറപ്പുണ്ടായാൽ മാത്രമേ നമുക്ക് ഈ ജനാധിപത്യം കൊണ്ടും പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരുടെയും ചർച്ചയിൽ വരേണ്ടതാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അടുത്ത എപ്പിസോഡുകളിൽ സംസാരിക്കുന്നതായിരിക്കും. അതൊരു ഏവർക്കും നന്ദി, നമസ്കാരം.